ഇന്ന് രാവിലെ എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു സുഹൃത്തൊരു പ്രധാന പത്രത്തിൻ്റെ വാർത്ത അയച്ചു തന്നു. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ഭക്തനായ താൻ 37 വർഷമായി ദർശനം നടത്താറുണ്ടെന്നും അത് അവകാശമാണെന്നും മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി അടിക്കടിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നത് മൃദുഹിന്ദുത്വ സമീപനത്തിൻ്റെ ഭാഗമാണെന്നും ഹൈന്ദവ സമുദായത്തെ പ്രീണിപ്പിക്കാനാണെന്നുമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനത്തിനായിരുന്നു മറുപടി. എവിടെയാണ് ഞാനിങ്ങനെ ഒരു വിമർശനം നടത്തിയത്? മൂകാംബിക എന്നുള്ള വാക്ക് ഞാൻ ഉച്ചരിക്കുന്നത് ഇപ്പോൾ ഈ വാർത്ത വായിച്ചപ്പോഴാണ്. ഇവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഉണ്ടായിരുന്നവരാണ് നിങ്ങളെല്ലാം. അപ്പോൾ ഇത് ഏറ്റവും അധമമായ മാധ്യമ പ്രവർത്തനമാണ്. ഈ പിന്നെ മാധ്യമപ്രവർത്തനമെന്ന് പറയുമ്പോൾ ഇങ്ങനൊരു വാർത്ത കൊടുക്കുമ്പോൾ ഇത് കൊടുത്ത പത്രത്തിൻ്റെ ആൾ എന്നെ വിളിച്ച് ചോദിക്കണം, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു, നിങ്ങളിങ്ങനെ വിമർശനം നടത്തിയിട്ടുണ്ടോ? ഇത് അന്വേഷിക്കണ്ടേ? അപ്പം ഞാൻ നടത്താത്ത ഒരു പരാമർശം എന്തടിസ്ഥാനത്തിലാണ് ശ്രീ വി.ഡി. സതീശൻ മറുപടി പറയാൻ ആധാരമാക്കിയത്? ആരെങ്കിലും പറയുന്നത് കേട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പാടുണ്ടോ? ഇത് കൊടുക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ പിന്തുടരേണ്ട ഒരു മാധ്യമധർമ്മമാണ് എന്താ? ആരാണോ ഒരു വാർത്തയുടെ ഇര, ആ ഇരയോട് ചോദിക്കുക, ഇങ്ങനൊരു വാർത്ത നിങ്ങളെക്കുറിച്ച് വരുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം മൂകാംബിക ക്ഷേത്രത്തിൽ എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്. ആരാധനാലയങ്ങളിൽ പോകുന്നതിനെ ഞങ്ങൾ ഒരിക്കലും വിമർശിക്കുകയില്ല, കമ്മ്യൂണിസ്റ്റുകാരൊരിക്കലും വിമർശിക്കുകയില്ല. സഖാവ് EMS തൻ്റെ പത്നിക്ക് പളനി ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പളനി ക്ഷേത്രത്തിൽ ആര്യാന്തർജനത്തിനൊപ്പം EMS പോയത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അപ്പോൾ ചിലരതിനെ വിമർശിച്ചു, EMS എന്തിനാണ് ഭാര്യയുടെ കൂടെ പോയത്? ഇപ്പോൾ AKG ആണ് അതിന് മറുപടി പറഞ്ഞത്. EMSൻ്റെ ഭാര്യ ആര്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ വേറെ ആരാ കൂടെ പോകേണ്ടത്? ഭർത്താവല്ലേ കൂടെ പോകേണ്ടത്. അപ്പോൾ EMS നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ എല്ലാവരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ ആദരിക്കുന്നവരാണ്. ഇത് വളരെ ബോധപൂർവമാണ്. CPIM-ഉം CPIM ജനറൽ സെക്രട്ടറിയും മൂകാംബിക ക്ഷേത്രത്തിൽ കേരള മുഖ്യമന്ത്രി പോയി എന്നതിനെ വിമർശിച്ചു എന്ന് പറഞ്ഞൊരു കൃത്രിമ വാർത്ത, ഒരു അശ്ലീല വാർത്ത, അത് സംഘടിപ്പിക്കുന്നത് CPIM-നും ഇടതുപക്ഷത്തിനുമെതിരായി വ്യാജ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലുള്ള ദുഃഖം, സങ്കടം ഞാൻ അറിയിക്കുകയാണ്. വസ്തുത എന്താണെന്നുള്ളത് നിങ്ങളിലൂടെ ആളുകൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ശ്രീ ശ്രേംസ് കുമാറിനെ ഞാൻ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ മാനേജിങ് എഡിറ്ററെ, ആ പത്രത്തിലാണിത് വന്നത്. ഒരു സാധാരണ മാധ്യമധർമ്മമാണ് ഒരാളെക്കുറിച്ച് ആരെക്കുറിച്ചും വിമർശനം പ്രസിദ്ധീകരിക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു വിഷയമാകുമ്പോൾ വിളിച്ച് ചോദിക്കണം. നിങ്ങൾ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരാണല്ലോ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു? എൻ്റെ ഓർമ്മയിൽ ഞാനത് പറഞ്ഞിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഒന്ന്. ഇനി നമുക്ക് സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് പോകും. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വാർത്ത വന്നതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇന്ന് രാവിലെ ഇത് കിട്ടിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. സതീശന്റെ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നതിന് വേണ്ടി അങ്ങ് ഇങ്ങനെ തെറ്റായി കോട്ട് ചെയ്തതാകാൻ അതെന്താണെന്നുള്ളതിന് ഞാൻ ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും പറയില്ല. ഞാനതിലുള്ള വസ്തുത കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യമായി ഇത് പത്രത്തിനകത്ത് വന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള പാർട്ടിക്കെതിരായി ഈ മ്ലേച്ഛമായ തരത്തിലുള്ള കള്ളപ്രചാര വേല ബോധപൂർവമോ മറ്റോ ആരോ നടത്തുന്നുണ്ട്. അതിൽ മാതൃഭൂമി പത്രം ഇരയായതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ശ്രീ MV ശ്രേംസ് കുമാറിനെ വിളിച്ച് അന്വേഷിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചില ചോദ്യത്തിന് മറുപടിയായിട്ട് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് വേണമെങ്കിൽ വല്ലതും പറയാം ശ്രീ വി.ഡി. സതീശനെ കുറിച്ച്. പക്ഷേ ഞാൻ പറയുന്നില്ല. എൻ്റെ രീതി അതല്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് അതിനോട് പ്രതികരിക്കുകയല്ല, വസ്തു മനസ്സിലാക്കിയിട്ടേ പറയുള്ളൂ.